ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സിമ്പിളായിട്ടുള്ള ഒരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അരിയൊക്കെ കുതിർക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് രാത്രിയൊക്കെ മാവ് ഉണ്ടാക്കി വെക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണിത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെള്ളയപ്പം കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് വെള്ളയപ്പത്തിൻ്റെ മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പത്തിരിപ്പൊടിയാണ് കേട്ടോ. നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന ആ ഒരു പൊടിയാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. 250 മില്ലിയുടെ കപ്പാണ്. ഇനി ഇതിലേക്കൊരു പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കലക്കിയെടുക്കണം. കുറച്ച് ലൂസായിട്ടൊന്ന് കലക്കിയെടുത്താൽ മതി. അപ്പോൾ പൊടിയിലേക്ക് അത്യാവശ്യം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ചൊരു കട്ടിയിൽ തന്നെ ഇതുപോലെ കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് ചോറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ മട്ടരിയുടെ ചോറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചോറ് ഏതായാലും കുഴപ്പമില്ല. ഇനി നമ്മൾ കലക്കി വെച്ചിട്ടുള്ള പൊടിയിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം, ഇതൊന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ആവശ്യത്തിന് വേണമെങ്കിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പൊടി കലക്കിയത് കുറച്ച് കട്ടിയിലായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഈ തേങ്ങയും ചോറൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് അരഞ്ഞിട്ട് കിട്ടണം. ഇതുപോലെ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് നേരിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. ഈ ഡ്രൈഡ് ഈസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ കുറച്ച് പഞ്ചസാരയും 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഈസ്റ്റും കൂടെ ഒരു അല്പം ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നമ്മൾ പൊങ്ങാനായിട്ട് വെക്കുക. ഒരു 5-10 മിനിറ്റ് വെക്കുമ്പോൾ തന്നെ അത് നന്നായിട്ട് ഈസ്റ്റിന്ന് ആക്റ്റീവ് ആയി കിട്ടും. അതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതിലേക്ക് നേരിട്ട് തന്നെ പഞ്ചസാരയും ഈസ്റ്റും ചേർത്ത് കൊടുക്കുകയാണ്. 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഈസ്റ്റും ആണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അടച്ച് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു പാത്രത്തിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ പൊടി മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. മിക്സിയുടെ ജാറിൽ കൊള്ളുന്നത്ര ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ബാക്കി അല്പം കൂടെ ഉണ്ടായിരുന്നു. അതിലേക്കാണ് നമ്മളിപ്പോൾ ഈ ഒരു മാവ് അരച്ചത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വെള്ളം കുറവുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് വെള്ളമൊക്കെ ചേർത്ത് പാകമാക്കി വെക്കുക കേട്ടോ. അപ്പോൾ കുറച്ചൊരു ടൈറ്റായിട്ടാണ് മാവിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഈ ഒരു ലൂസിലാണ് കേട്ടോ ഉള്ളത്. നമ്മൾ സാധാരണ ഒരു വെള്ളയപ്പത്തിൻ്റെ ലൂസിലുള്ള മാവാണ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ മാവ് ഞാൻ ഈ ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ മാവ് പൊങ്ങി വരുമ്പോൾ നമുക്ക് ഈ ഒരു ചെറിയ പാത്രത്തിൽ പറ്റില്ല. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിവിടെ തലേന്ന് രാത്രി ആണ് കേട്ടോ ഉണ്ടാക്കി വെക്കുന്നത്. മാവ് ഒരു രാത്രി 10 മണിയൊക്കെ ആകുമ്പോഴാണ് റെഡിയാക്കി വെക്കുന്നത്. അപ്പോൾ പിറ്റേന്ന് രാവിലെയൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ രാത്രി കിടക്കാൻ പോകുന്ന ആ നേരത്തൊക്കെ റെഡിയാക്കി വെച്ചാൽ മതി. പിന്നെ ചൂടുള്ള സമയമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ മാവ് പൊങ്ങി വരും കേട്ടോ. ഇപ്പോൾ നമ്മുടെ മാവ് നല്ല കറക്റ്റായിട്ട് തന്നെ പാകത്തിന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ തണുപ്പുള്ള സമയമായതുകൊണ്ട് കുറച്ച് കൂടുതൽ സമയം വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. അല്ലെങ്കിൽ നല്ല ചൂടുള്ള സമയമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ പൊങ്ങി വരും. പൊങ്ങിയിട്ട് താഴ്ന്നു പോയാൽ പിന്നെ നമ്മുടെ അപ്പം അത്ര ശരിയായിട്ട് വരില്ല കേട്ടോ. അപ്പോൾ രാവിലേക്കൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ രാത്രി കിടക്കുന്ന സമയത്തൊക്കെ മാവ് മിക്സ് ചെയ്ത് വെച്ചാൽ മതി. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇരുമ്പ് ചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചൂടായതിനു ശേഷം ചെറുതായിട്ടൊന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വേണ്ട കേട്ടോ, ഓയിൽ ചെറുതായിട്ട് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതുപോലെ മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ചുറ്റിച്ച് കൊടുക്കാം. അപ്പോൾ ഇരുമ്പ് ചട്ടി ആകുമ്പോൾ വക്കൊക്കെ കുറച്ചൊന്ന് മൊരിഞ്ഞ് കിട്ടും കേട്ടോ. നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിൽ വേണമെങ്കിലും ചൂടാം. പക്ഷേ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിൽ ഇരുമ്പ് ചട്ടീൻ്റെ അത്ര അങ്ങ് മൊരിഞ്ഞ് വരില്ല ഈ ഒരു മാവ്. അപ്പോൾ മാവ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കുക. പിന്നെ തുറന്നിട്ട് കുറച്ച് നേരം വെറുതെ ഇങ്ങനെ വെക്കുക കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് വക്കൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരും. ഇനി നമുക്ക് ഇതെടുക്കാം. പിന്നെ നല്ല മയങ്ങിയിട്ടുള്ള ചട്ടിയാണെങ്കിൽ കൂടുതൽ ഓയിലാക്കി കൊടുക്കേണ്ട കേട്ടോ. അപ്പോൾ ചട്ടിയിൽ പറ്റി പിടിക്കില്ല, ഉരുണ്ട് വരും. അതുപോലെ തന്നെ ചൂട് കൂടിയാലും ചട്ടിയിൽ പറ്റി പിടിക്കില്ല. പിന്നെ കുറച്ചൊന്ന് 2-3 അപ്പം ചുട്ട് കഴിഞ്ഞാൽ പിന്നെ റെഡി ആയിട്ട് വരും.
അപ്പോൾ നമ്മൾ ഇതുപോലെ മാവ് ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഒരു ലോ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് പിന്നെ തുറന്ന് വെച്ചിട്ട് കുറച്ചൊന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ വക്കൊക്കെ വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ട് മൊരിഞ്ഞതിന് ശേഷം എടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ വെള്ളയപ്പമൊക്കെ ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരിയൊക്കെ കുതിർക്കാൻ മറന്നു പോയാൽ നമുക്ക് രാത്രി പെട്ടെന്ന് തന്നെ പത്തിരിപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് പെട്ടെന്ന് മാവൊക്കെ റെഡിയാക്കി ചുട്ടെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു വെള്ളയപ്പമാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്